വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് കേസ് എത്തുകയാണ്. കേസിൽ കരിക്കകം സ്വദേശിയായ ഒരു ജ്യോതിഷൻ, ഒരു പൂജാരി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്, ചോദ്യം ചെയ്തു വരുന്നു. ശംഖുമുഖം ദേവിദാസൻ എന്നറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യനാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഈ ജ്യോത്സ്യനെ കുറിച്ച് നാട്ടിലുള്ളവർക്കാർക്കും വലിയ അഭിപ്രായമില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഈ ശംഖുമുഖം ദേവിദാസൻ പ്രദീപ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ജ്യോതിഷം പഠിപ്പിക്കണം എന്നാണ് പറയണത്, ക്ലാസ് എടുക്കണം എന്നാണ് പറയണത്. എനിക്ക് നമുക്കറിയാവൂ. ദൈവ പണ്ട് സാറായിരുന്നു. ആദ്യം എന്ത് ജോലിയായിരുന്നു? ടീച്ചർ സാറായിരുന്നു, ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിക്കുന്ന സാറായിരുന്നു. അതിനുശേഷം കുറച്ചു കാലം ഈ കഥാപ്രസംഗമെല്ലാം നടത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് മുട്ടക്കച്ചവടമെല്ലാം നടത്തി. അങ്ങനെ മുട്ടസ്വാമി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ ഒരുപാട് പേർ ഈ ശംഖുമുഖം ദേവിദാസൻ്റെ ഈ കരിക്കകത്തുള്ള ഈ ജ്യോതിഷം കേന്ദ്രത്തിലേക്ക്, അത് ആൾ താമസിക്കുന്നത് ഇവിടെ തന്നെ, ഇവിടേക്ക് വരാറുണ്ട്. വലിയ പൂജകളെല്ലാം രാത്രിയും അർദ്ധരാത്രിക്ക് ശേഷവുമെല്ലാം ഇവിടെ നടക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പകല് പൂജയില്ല, രാത്രിയാണ് പൂജ. അത് ഈ മൈക്ക് സെറ്റൊക്കെ വെച്ച് ബോക്സൊക്കെ വെച്ചാണ്. അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മളിവിടെ രാത്രിയാകുമ്പോൾ. ഒരു തട്ടിപ്പുകാരനാണോ? തട്ടിപ്പ് നമുക്ക് കണ്ടെടുത്തോളം നമ്മൾ മനസ്സിൽ നമുക്ക് അന്നേ ഉണ്ട്. എന്നാലും ഇയാളെ ഏതെങ്കിലും ഒരു കുരുക്കിൽ വീഴുമെന്നുള്ള അറിയാം. എന്തുകൊണ്ടാണ്? അങ്ങനെ പ്രവൃത്തി അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള പൂജാ രീതികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ആഭിചാര ക്രിയ പോലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ടോ? മാത്രമല്ല അതിൽ ഈ കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവിനും അതുപോലെ തന്നെ അമ്മാവൻ ഹരികുമാറിനും എല്ലാം പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഈ ശംഖുമുഖം ദേവിദാസൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായി പോലീസ് കുരുക്കഴിക്കാൻ ശ്രമിക്കുന്ന കാര്യം. ഈ സമീപ ദിവസങ്ങളിലും പൂജകളൊക്കെ നടന്നതിൻ്റെ ചില സൂചനകളുണ്ട്. ഇന്ന് രാവിലെയും എല്ലാം ചില പൂജകൾ നടന്നിരിക്കുന്നു. അപ്പോൾ ആ സമയത്തായിരിക്കണം ഒരുപക്ഷെ ഈ ശംഖുമുഖം ദേവിദാസനെ ഇവിടുന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ഈ കുഞ്ഞ് ജനിച്ച ശേഷം അവരുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അവർക്കുണ്ടായി എന്ന് ഈ ശ്രീധുവും അമ്മാവനും എല്ലാം വിശ്വസിച്ചിരുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിരന്തരം ഈ ശ്രീധുവിൻ്റെ ഈ പൂജാ കാര്യങ്ങൾക്കെല്ലാം ഉപദേശം തേടിയിരുന്നത് ഈ ശംഖുമുഖം ദേവിദാസനോടാണ്. അപ്പോൾ ഒരു പരിഹാര നിർദ്ദേശമായി ശംഖുമുഖം ദേവിദാസൻ ഇത്തരത്തിൽ ഒരു ഉപദേശം നൽകിയിട്ടുണ്ടോ, അത് കുഞ്ഞിനെ ഒഴിവാക്കുക എന്ന ഉപദേശം നൽകിയിട്ടുണ്ടോ എന്നതാണ് പോലീസ് പ്രധാനമായും അറിയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതൊരു ആഭിചാര ക്രിയയുടെ ഭാഗമായി വരുന്ന ഒരു ദുർമന്ത്രവാദം എന്ന നിലയിലേക്ക് ഈ കൊലപാതകം മാറുന്ന നിലയിലേക്ക് എത്തുന്നു. ഈ നാട്ടുകാരെ സംബന്ധിച്ച് ശംഖുമുഖം ദേവിദാസൻ ഒട്ടും നല്ല അഭിപ്രായമുള്ള ആളല്ല. ആളുടെ ഒരു കുടുംബ ചരിത്രം എടുത്താൽ തന്നെ ഈ വീട് ഈ ശംഖുമുഖം ദേവിദാസൻ്റെ ആദ്യത്തെ ഭാര്യയുടെ കുടുംബ വീടായിരുന്നു. ഭാര്യ മരിച്ച ശേഷം ഇയാൾ തൊട്ട് അയൽവക്കത്ത് താമസിക്കുന്ന ഒരാളുടെ ശരീരം തളർന്നു കിടക്കുന്ന ആളാണ്. ആ ആളുടെ ഭാര്യയെ ഇയാൾ വിവാഹം ചെയ്യുന്നു. ഈ ശംഖുമുഖം ദേവിദാസൻ വിവാഹം ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഒരുമിച്ച് കഴിയുന്നത്. നേരത്തെ മുട്ട കച്ചവടമായിരുന്നു. പ്രദീപ് എന്ന് പേരുള്ളപ്പോൾ മുട്ട കച്ചവടം ശംഖുമുഖത്തും. അതിനു മുമ്പ് അധ്യാപകനായിരുന്നു, ട്യൂട്ടോറെ ന്യൂ കോളേജിൽ പഠിപ്പിച്ചിരുന്നു. എന്നെ പഠിപ്പിച്ച സാറാണ്. മറ്റേ കരിക്ക സ്കൂളിന്റെ പുറത്ത്. ഇയാള് പിന്നെ എത്ര വിവാഹം ചെയ്തു? രണ്ട് വിവാഹം ചെയ്തു. പിന്നെ എൻ്റെ പെണ്ണിനെയും കൂട്ടി രണ്ട്. ഇന്നലെ രാത്രി വരെ കുഞ്ഞിൻ്റെ കൊലപാതകത്തിൽ പങ്ക് അമ്മാവനും നേരിട്ടല്ലാത്തൊരു പങ്ക് അമ്മയ്ക്കും എന്ന നിലയിലേക്ക് പോലീസ് എത്തിയെങ്കിൽ രാത്രിയോടെ തന്നെ പോലീസ് ഈ ശംഖുമുഖം ദേവിദാസൻ എന്ന ഈ പൂജാരി ജ്യോത്സ്യനെ കുറിച്ചുള്ള തുമ്പുകളിലേക്ക് എത്തിയിരുന്നു. അതാണ് ഇന്ന് രാവിലെ ആയപ്പോൾ ഈ കസ്റ്റഡിയിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു വഴിത്തിരിവിലേക്കാണ് ഈ കേസ് എത്തുന്നത്. ഇത് വെറും ഒരു കൊലപാതകമാകില്ല എന്ന സംശയത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ക്യാമറ രാകേഷിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.